എല്ലാവർക്കും എൻ്റെ ബിലേറ്റഡ് വിഷു ആശംസകൾ. കുറേ ലേഖായി എന്നറിയാം, ഇനിയും ലേഖാവും എന്നറിയാം. അതുകൊണ്ട് ഞാൻ ഇത് ഫസ്റ്റേ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. അങ്ങനെ ഫസ്റ്റ് തന്നെ പോയത് കണിക്കൊന്ന പറിക്കാൻ വേണ്ടിയിട്ടാണ്. അവരവിടെ പറിച്ചു വെച്ചതുകൊണ്ട് അത് എടുത്തിട്ട് വന്നു കേട്ടോ. അതിന് ശേഷം നമുക്ക് കൊപ്പര ആട്ടാനുണ്ടേനും. അങ്ങനെ കൊപ്പരയൊക്കെ ആട്ടി നേരെ പോയത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്തു. അതിന് ശേഷം കണി വെക്കേണ്ട കുറച്ച് ലിസ്റ്റ് അമ്മ തന്നിട്ടുണ്ടേനു. കണി വെക്കേണ്ടതല്ല, കണി വെക്കേണ്ട സാധനത്തിൻ്റെ ലിസ്റ്റ് കിട്ടും. അങ്ങനെ അതൊക്കെ വാങ്ങി നേരെ ഏച്ചീൻ്റെ അടുത്ത് പോയിട്ട് ഒരു ചക്കയും വെട്ടിയിട്ട് നേരെ പോയത് വീട്ടിലേക്കാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് സമയം നോക്കുമ്പോൾ സമയം വന്നിട്ടില്ല, 1:30 ആവാൻ പോകുന്നത്. അന്നേരമാണ് നമ്മളെ വിഷു ആഘോഷം തുടങ്ങുന്നത്. അന്നേരം നമ്മൾ വെട്ടിയെട്ടിക്കാൻ പോകുന്നത്. എല്ലാവരും വെട്ടി പൊട്ടിച്ച് ഉറങ്ങി, കണി കാണാനായി. അന്നേരമാണ് വിഷു ആഘോഷം തുടങ്ങുന്നത്. കണി വെക്കേണ്ട സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകേണ്ട തിരക്കായി, പിന്നെ ഡ്രസ്സ് എടുക്കാൻ പോകേണ്ട തിരക്കായി, എല്ലാം ആയിട്ട് ഈ സമയത്ത് നമുക്ക് വെട്ടിയെട്ടിക്കാൻ ഇതെല്ലാം എപ്പം പൊട്ടിച്ച് തീരാണ് ഗായ്സ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈസ്റ്ററിനല്ലല്ലോ ആക്കി പൊട്ടിച്ചിന്. ഇപ്രാവശ്യം ഈസ്റ്ററും ഫസ്റ്റ് ചെയ്യുന്നു. എനിക്കിതാന്ന് തോന്നുന്നു. ഇത് മറ്റേ ഇങ്ങനെ പിടിച്ചോണ്ട് പോകുന്നല്ലേ, മുകളിൽ പോയി പൊട്ടിക്കഴിഞ്ഞാ ലൈറ്ററും ലൈറ്ററില്ല. പണ്ടത്തെ പോലെയല്ല ഇപ്പൊ. ഹാപ്പി വിഷു ഗായ്സ്. നാളത്തേക്കാ ഇരിക്കുന്നില്ല. ഫോൺ അടിച്ചു ഗൈസ്. ഫോൺ വെച്ചിട്ട് പടക്കം പൊട്ടിച്ച് കഴപ്പ് കാണിച്ചു. അങ്ങനെ പടക്കമൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞു. അതിനുശേഷം നേരെ ടൗണിൽ പോയിട്ട് ഒരു ചായയൊക്കെ കുടിച്ചു. ആ ടൈം ആകുമ്പോഴത്തേക്ക് എന്നെ കണി കാണേണ്ട സമയമായാലും അമ്മ വിളിച്ചിട്ടുണ്ടേനു കേട്ടോ. അങ്ങനെ തന്നെ വെച്ചിട്ട് അതിങ്ങനെ ചാരി വെക്കൂ, പൂജാറമ്മിന്റെ അടുത്ത ഇങ്ങനത്തെ വെച്ചിട്ടാ. ഇങ്ങനത്തെ അങ്ങനെ നമ്മൾ കണിയൊക്കെ കണ്ടു ഗൈസ്. ബാങ്ക് വിളിക്കുന്ന ഒച്ചയാണ് കേട്ടോ. അങ്ങനെ കണിയൊക്കെ കണ്ടു. നമ്മൾ വരുമ്പോഴത്തേക്കാണ് കണി കാണേണ്ട സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിങ്ങൾ കണ്ടല്ലോ, അമ്മേൻ്റെ അടുത്ത് എങ്ങനെയൊക്കെ ഫോണൊക്കെ കൊടുത്ത് അവിടെ വീഡിയോ എടുത്തിട്ടാണ് കണി കാണുന്ന. വീഡിയോ ക്ലിയർ കുറവാണ് അങ്ങനെ എടുത്തത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മെയിനായിട്ടുള്ള പരിപാടി അമ്പലത്തിൽ പോകണം. അതിപ്പോൾ പോകണോ വയ്യ പോകണോ ഒന്നും തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ഇനി അമ്പലത്തിൽ പോയിട്ടുള്ള വിശേഷങ്ങൾ കാണാം. ഹാപ്പി വിഷു. അപ്പം തന്നെ അമ്പലത്തിൽ പോകാൻ നിന്നിട്ടില്ല കേട്ടോ. കുറച്ച് വെളിച്ചൊക്കെ വന്നതിന് ശേഷമാണ് അമ്പലത്തിൽ പോകാൻ നിന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ തല കുളിച്ചത് കൊണ്ട് എന്നെ നായി നക്കിയ പശു നക്കിയ പോലെയാണ് മുടിയൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ മാത്രമല്ല, ഏട്ടൻ്റെ ഫ്രണ്ട്സും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. 2 അമ്പലത്തിൽ പോകണം എന്നാണ് പ്ലാൻ ചെയ്തത്. ഒന്ന് പറശ്ശിനിയിലും പോകണം, ഒന്ന് തൃച്ചംബരത്ത് കൃഷ്ണൻ്റെ അമ്പലത്തിലും പോകണം കേട്ടോ. ഇവരാണ് നമ്മളെ കൂടി ഉണ്ടായത്. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ പോട്ടെ ഗായ്സ്. അങ്ങനെ അമ്പലത്തിലൊക്കെ എത്തി, വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറുമ്പോഴാണെങ്കിലും ഒടുക്കത്തെ തിരക്കായിരുന്നു.
അങ്ങനെ ചെറേൻ്റെ അടുത്തൊക്കെ പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ നേരെ പറശ്ശിനിയിലേക്ക് പോയിട്ടോ. അപ്പം തന്നെ നല്ല വെയിലേരും. അങ്ങനെ പറശ്ശിനിയിൽ എത്തുന്നിടത്തുനിന്ന് കുറച്ച് ലൈം ജ്യൂസും ലൈം സോഡയൊക്കെ വാങ്ങി കുടിച്ചു. അങ്ങനെ അമ്പലത്തിൽ കയറി തൊഴുതു. അതിൻ്റെ ഉള്ളിലേക്ക് ഫോണും ക്യാമറയൊന്നും അലോഡ് അല്ല കേട്ടോ. അങ്ങനെ വീണ്ടും തൊഴുതിറങ്ങിയിട്ട് വീണ്ടും നമ്മൾ ജ്യൂസ് കുടിച്ചു കേട്ടോ. അതിന് ശേഷം കുറച്ച് സമയം വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങി നേരെ എൻ്റെ വീട്ടിലേക്ക് വന്നു. അമ്മയാണെങ്കിൽ നല്ല ബിരിയാണിയും പായസമൊക്കെ ആക്കി വെച്ചിട്ടുണ്ടേനു. എൻ്റെ വക ഫ്രൂട്ട് സലാഡാണ് കേട്ടോ. നമുക്ക് പിന്നെ ഇങ്ങോട്ടേ ഭാഗത്തേക്ക് വിഷുവിന് സദ്യ തന്നെ വേണം അങ്ങനെയൊന്നുമില്ല കേട്ടോ. ബിരിയാണി അങ്ങനെ നോൺ വെജ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും ഉണ്ടാകാറുണ്ട്. ചില ഭാഗത്ത് അതെല്ലാം അറിയുമോയെന്ന് അറിഞ്ഞൂടാ. കണ്ണൂർ ഭാഗത്ത് ഇങ്ങനെയാണ് കേട്ടോ. നമ്മൾ ഇപ്പം കണ്ണൂർ എവിടെ പോയാലും ഈ സദ്യക്ക് പകരം നോൺ വെജ് ആയിട്ട് എന്തെങ്കിലും ആയിരിക്കും ഉണ്ടാവുക. ബിരിയാണി അല്ലെങ്കിൽ നെയ്ച്ചോറും ചിക്കൻ കറി അല്ലെങ്കിൽ ചോറും ചിക്കൻ കറി അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഉണ്ടാവുക. അങ്ങനെ രാത്രിക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിക്കാനല്ല, വെറുതെ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഫുഡ് കഴിക്കേണ്ട അടുത്തേക്ക് എത്തി. അങ്ങനെ ഫുഡ് കഴിക്കാൻ എന്താണ് ഫുഡ് കഴിച്ചതെന്ന് വെച്ചാൽ അപ്പം പൊള്ളിച്ചതാണ് കേട്ടോ. വിജയണ്ണൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ കൂടെ. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മൾ ഏച്ചിൻ്റെ അടുത്ത് പോയി. ഏതപ്പനാണെങ്കിൽ നല്ല കളിയാണ് കേട്ടോ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മാമനും മോനും ഇവിടെ നിന്ന് എന്താണ് സർക്കസ് കളിക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കളിക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ പോവാണ് കേട്ടോ വീട്ടിലേക്ക്. നല്ല ലേറ്റ് ആയിട്ടുണ്ടേനു. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോയി. ഇത് നെക്സ്റ്റ് ഡേ ആണ് ഗൈസ്. എനിക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇന്ന് നന്നൂസിൻ്റെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. നന്നൂസിൻ്റെ ഇത് സെക്കൻഡ് സ്റ്റേജ് പ്രോഗ്രാമാണ് കേട്ടോ. ഡാൻസിൻ്റെ പാട്ട് ഞാനിവിടെ കൊടുക്കുന്നില്ല. എന്തായാലും കോപ്പി റൈറ്റ് എന്ന് പറയുന്ന ആ സാധനം കിട്ടും. അങ്ങനെ അവിടെ എന്തൊക്കെയോ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടേനു. അങ്ങനെ അതൊക്കെ കുറച്ച് സമയം കണ്ടു. പിന്നെ നമ്മൾ നേരെ പോയത് ചെറുകുന്ന് പൊട്ട് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഏച്ചി ഏട്ടനൊക്കെ ഉണ്ടേനു. അങ്ങനെ നമ്മൾ പൊട്ടൊക്കെ കാണാൻ പോകുമ്പോഴത്തേക്ക് നമ്മൾ പകുതിക്ക് എത്തുമ്പോഴത്തേക്ക് അവിടെ തുടങ്ങിയിട്ടുണ്ടേനു. അതിനുശേഷം നമ്മൾ നേരെ ടൗണിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്തെങ്കിലും ജ്യൂസൊക്കെ കുടിക്കാമെന്ന് വെച്ചിട്ട് പോയതാണ്. അങ്ങനെ നേരെ ജ്യൂസിൽ പോയിട്ട് എന്താണ് എന്തോ 2 ജ്യൂസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കരണ്ട് പോക്കും വരത്തും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പം നമ്മൾ എന്ത് ജ്യൂസാണ് പറഞ്ഞതെന്ന് വെച്ചാൽ അവക്കാഡോ ജ്യൂസും പിന്നെ കുലുക്കി മാംഗോ അങ്ങനെ എന്തോ പറഞ്ഞ ഒരു സാധനമാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ കുട്ടി വ്ളോഗ്. അപ്പം അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം ബൈ ഉമ്മ.